بسم الله الرحمن الرحيم. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1406 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലെ 18-19 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور واقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ 18-19 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളിൽ ചിലതാണ് നമ്മൾ വായിച്ചു വരുന്നത്. സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ പരാമർശിക്കപ്പെടുന്ന അവസാന ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 2 ആയത്തുകളിലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ തൊട്ടു മുകളിൽ നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് ലുഖ്മാൻ അലൈഹിസ്സലാം ശിർക്ക് എത്ര അപകടകരമായ ഒരു സംഗതിയാണ് എന്നത് മകനെ വളരെ ആകർഷകമായ വിധത്തിൽ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഒരു പാറക്കെട്ടിനുള്ളിലോ ആകാശത്തിന്റെ വിശാലതയിൽ എവിടെയെങ്കിലുമോ ഭൂതലത്തിൽ എവിടെയെങ്കിലുമൊക്കെയാണ് ആ ശിർക്ക് എന്ന സംഗതി ഒളിഞ്ഞു കിടക്കുന്നതെങ്കിൽ പോലും അള്ളാഹു തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആൻസറബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അത് പുറത്തു കൊണ്ടുവരികയും അവരോട് അത് സംബന്ധമായി അവര് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതേപോലെ അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊള്ളുന്ന ആളുകളെ അള്ളാഹുവുമായുള്ള ബന്ധം നിലനിർത്തുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മം എന്ന നിലക്ക് നമസ്കാരം നടപ്പിലാക്കുവാനും അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം വളരെ ഫലപ്രദമായി നിർവഹിക്കുവാനും തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സഹനം അവലംബിക്കുവാനും ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ ഉപദേശിക്കുന്നത് നമ്മൾ കാണുകയാണ്. സഹനം അവലംബിക്കുക എന്നത് ഏറ്റവും ദൃഢതയുള്ള, ബോധ്യപ്പെടേണ്ട, വളരെ അനിവാര്യമായും പരിശീലിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നുകൂടി ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ കേൾപ്പിക്കുന്നതായിട്ട്, അറിയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിന്റെ ഇഹ്സാന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അള്ളാഹുവിന് കീഴ്പ്പെടുന്ന, സമർപ്പിക്കുന്ന
ഒരു കാര്യത്തിനാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയാറുള്ളത്. അതിന്റെ അടിത്തറയായി വർത്തിക്കുന്ന വിശ്വാസങ്ങളെയാണ് ഈമാൻ എന്ന് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഈമാനും ഇസ്ലാമും ഉൾക്കൊണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ജീവിതം നന്മ ഉള്ളതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പൊ നന്മയാണ് പിന്നീട് സത്യവിശ്വാസം ശരിയായ അടിത്തറയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകളുടെ എല്ലാ കർമ്മങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും അവരുടെ സകല നിലപാടുകളെയും അവയുടെ സ്വഭാവം നിർണയിക്കുന്ന സംഗതി അത് ഗുണകാംക്ഷയോട് കൂടിയുള്ള നന്മയായിരിക്കും എന്നതാണ്. ഇഹ്സാനായിരിക്കും പിന്നെ അവരുടെ പ്രവർത്തനങ്ങളിലെ എല്ലാറ്റിൻ്റെയും അതിന്റെ സ്വഭാവം നിർണയിക്കുന്ന ഫാക്ടർ ഇഹ്സാനായിരിക്കും. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം നിർദ്ദേശിച്ചത് നന്മ കൽപ്പിക്കുവാനും തിന്മ തടയുവാനുമാണ്. നന്മ എന്ത് തിന്മ എന്ത് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു അടിത്തറയിലാണ് ഒരു സത്യവിശ്വാസി നിലകൊള്ളുന്നുണ്ടാവുക. സമൂഹത്തില് നന്മ വ്യാപിക്കണമെന്നും തിന്മ വിപാടനം ചെയ്യപ്പെടണം എന്നും ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ. അത് നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരായി നിൽക്കുന്നവരാവുകയില്ല. സമൂഹത്തിന് അപകടമുണ്ടാക്കുന്ന വ്യക്തികളെ തകർത്ത് കളയുന്ന നശിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെ അത് ഇസ്ലാം അതിന്റെ ഹറാം ഹലാലുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഹറാമുകൾ എന്തൊക്കെയാണ് എന്നത് വ്യക്തമാക്കപ്പെട്ടതാണ്. ഹലാലുകൾ എന്തൊക്കെയാണ് എന്നതും വ്യക്തമാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് മഅറൂഫായതിനെ നന്മയായിട്ട് അംഗീകരിക്കപ്പെട്ടതിനെ സമൂഹത്തിൽ കരുപ്പിടിപ്പിച്ചെടുക്കുക എന്നത്, വളർത്തിയെടുക്കുക എന്നത്, അതിന് വ്യാപനത്തിന് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതും, അതുപോലെ തിന്മ എന്ന് അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പിഴുതെറിയുക, സമൂഹത്തെ നശിപ്പിച്ചു കളയുന്ന, ധാർമ്മിക ബോധത്തെ തകർത്തു കളയുന്ന, മനുഷ്യ സമൂഹത്തിൽ വലിയ ജീർണത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അത് തടയുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ സംബന്ധമായിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വിശദാംശങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഒരു മുൻകർ ഒരാൾ കാണാനിടയാവുകയാണെങ്കിൽ അത് നേരെ പോയി തടയുകയാണ് വേണ്ടത്. കൈകൊണ്ട് തടയാൻ നിർദ്ദേശിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ വാക്കുകൊണ്ട്, നാവ് കൊണ്ടെങ്കിലും തടയണം. നാവ് കൊണ്ടും തടയാൻ പറ്റുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കിയെങ്കിലും വേണം. അതാണ് ഏറ്റവും ദുർബലമായ വിശ്വാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വ്യക്തമാക്കുന്നത് നമ്മൾ ഹദീസുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, ഇത് വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഒരു നിലപാടാണ്. കാഴ്ചക്കാരായി നിൽക്കുകയോ നോക്കി നിൽക്കുകയോ ചെയ്യുകയല്ല, ഇടപെട്ടുകൊണ്ട് നന്മയെ പരിപോഷിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും തിന്മയെ വ്യാപിക്കാൻ കാരണമാവുന്ന സാഹചര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുകയും തിന്മ പൂർണ്ണമായിട്ട് വിപാടനം ചെയ്യാൻ വേണ്ട ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് വിശ്വാസത്തിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ഒരു കർമ്മതലമാണ്. ഇതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശങ്ങളിൽ ശ്രദ്ധേയമായ ഒരെണ്ണമായിട്ട് ഖുർആൻ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് ഉദ്ധരിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് വേറെ ചില നിർദ്ദേശങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ 18-19 ആയത്തുകളിൽ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുകയാണ്,
നീ നിന്റെ കവിള് തിരിച്ചു കളയരുത്. ഖദ് എന്ന് പറഞ്ഞ കവിളാണ്. കവിള് മാത്രമായിട്ട് തിരിച്ചു കളയുക എന്നത് ആർക്കും അങ്ങനെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് പൊതുവെ തല തിരിക്കരുത് എന്നാണ്, അല്ലെ മുഖം തിരിക്കരുത് എന്നാണ് പറയാറുള്ളത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി, ജനങ്ങളിൽ നിന്ന് നിന്റെ മുഖം അല്ലെങ്കിൽ നിന്റെ കവിള്, നിന്റെ തല നീ തിരിച്ചു കളയരുത്. വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയില് അഹന്തയും നിഗളിപ്പും കാണിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, നിശ്ചയമായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നേയില്ല, കുല്ല മുഖ്താലിൻ ഫഖൂർ, താൻപോരിമയോടുകൂടി പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇതാണ് ലുഖ്മാൻ അലൈഹിസ്ലാം മകനോട് പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. രണ്ടാമത്തെ ആയത്തിലേക്ക് വരാം. അതിന്റെ മുമ്പ് ഈ ആയത്ത് ഞാനൊന്ന് വിശദീകരിക്കാം. ഈ സഅർ എന്ന അറബി വാക്ക്, അതാണ്, അതിൽ നിന്നാണ് തുസഇർ എന്നുള്ള വാക്ക് വരുന്നത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നിന്റെ ഖദ്ദിനെ, നിന്റെ കവിളിനെ നീ ജനങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സഅർ എന്ന വാക്ക് ഒട്ടകത്തിന്റെ ഒരു പ്രത്യേകതരം രോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ആ രോഗം ബാധിച്ച ഒട്ടകം ഒരു പ്രത്യേക ഭാഗത്തേക്ക് തന്നെ തല തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. അതിനാവശ്യമുള്ളപ്പോ എല്ലാ ഭാഗങ്ങളിലേക്കും തിരിക്കാൻ കഴിയാതെ ഒരു പ്രത്യേക വശത്തേക്ക് ഇങ്ങനെ തിരിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. കഴുത്തുളുക്കിയ പോലെയുള്ള അവസ്ഥയിലൊക്കെ അങ്ങനെ മനുഷ്യരും ചെയ്യാറുണ്ട് സാധാരണ രോഗത്തിന്റെ ഭാഗമായിട്ട്. ഇവിടെ അങ്ങനെയല്ല. ജനങ്ങളെ നിന്ദിക്കുന്ന വിധത്തില്, അവരെ അവമതിക്കുന്ന വിധത്തില്, അവരോട് ജനങ്ങളോടൊരു മതിപ്പും ബഹുമാനവും ആദരവും ഇല്ലാത്ത വിധത്തില് അവരെ നിസ്സാരന്മാരായി കണ്ടുകൊണ്ട് മുഖം തിരിച്ചു കളയുന്ന ഒരു നിലപാട്, അത് അടിസ്ഥാനപരമായി ഒരു അഹന്തയുള്ള മനസ്സിന് രൂപപ്പെട്ടു വരുന്ന ഒരു പ്രവർത്തനമാണ്. അതൊരിക്കലും വിശ്വാസിയായ ഒരാൾ ചെയ്യരുത് എന്നാണ് ലുഖ്മാൻ അലൈഹിസ്ലാം മകനോടുള്ള ഉപദേശത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളെ നിസ്സാരന്മാരാക്കിക്കൊണ്ട്, ജനങ്ങളെ അനാദരവ് അർഹിക്കുന്നവരാണ് എന്ന വിധത്തില് അവരെ കൊച്ചാക്കി, നിന്ദ്യരാക്കി, അവരെ തന്നോളം വലിപ്പമില്ല, തന്നോളം പ്രാധാന്യമില്ല എന്ന തോന്നല് അവരിലുണ്ടാക്കുന്ന വിധത്തില് ഉദ്ദേശപൂർവം ഒരു ബഹുമാനമില്ലായ്ക കാണിക്കുന്ന ഒരു ശരീരഭാഷയാണ് യഥാർത്ഥത്തിൽ ഈ മുഖം തിരിച്ചു കളയുക എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ കൾച്ചറിൽ അതേ വിധത്തിൽ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ജെസ്റ്റേഴ്സും ബോഡി സൈൻസും അല്ലെങ്കിൽ ബോഡി എക്സ്പ്രഷൻസും ശരീരഭാഷയുടെ ഭാഗമായിട്ട് വ്യത്യസ്തമായ കൾച്ചറുകളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഇല്ല എന്ന് വാക്കുകൾ ഇല്ലാതെ, വേർബൽ അല്ലാതെ പറയുന്നതിന് മലയാളികൾ ശീലിച്ച ഒരു രീതിയുണ്ട്. മലയാളികളിൽ തന്നെ ഇപ്പോ വടക്കേ മലബാർ ഭാഗത്ത്, നാദാപുരം, വടകര ഭാഗത്തൊക്കെയുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ വേറെ ചില പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ശരീരഭാഷ ജെസ്റ്റേഴ്സ് ആയിട്ട് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയുന്നത് വാക്കുകൾ ഉപയോഗിക്കാതെ ശരീരത്തിന്റെ ആംഗ്യം കൊണ്ട് അത് കാണിക്കുന്നത് വ്യത്യസ്ത കൾച്ചറുകളിൽ വ്യത്യസ്തമായ രൂപത്തിലാണ്. അറബികൾ പലപ്പോഴും കേരളക്കാരെ പരിഹസിച്ചുകൊണ്ട് അവരുടെ തലയാട്ടലിനെ കളിയാക്കിക്കൊണ്ട് ചിലപ്പോഴൊക്കെ വീഡിയോ ചെയ്തതൊക്കെ കാണാൻ പറ്റും. മലയാളികൾക്ക് അവരുടെ ജന്മപരമായി അല്ലെങ്കിൽ സാമൂഹ്യമായി അവർ കൈവരിച്ചിട്ടുള്ള ഒരു പിന്തുടരുന്ന ചില ശരീരഭാഷാ പ്രകടനങ്ങളുണ്ട്. അത് അറബികളിലേതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോണ്ടെക്സ്റ്റില് അത് ഒരു തമാശയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ ഇത് ഒരു സ്വാഭാവികതയുള്ള ഒരു കാര്യമാണ്. ഞാൻ അത് സൂചിപ്പിച്ചത് ഈ തല തിരിച്ചു കളയരുത്, മുഖം തിരിച്ചു കളയരുത്, ജനങ്ങളോടുള്ള
അനാദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് എന്നതാണ് ഇവിടെ ലുഖ്മാൻ അലൈഹി ഇസ്ലാം പറയുന്നതിന്റെ കാതല് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ഓരോ കൾച്ചറിലും ഓരോ വ്യത്യസ്തമായ ജെസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. ചില ശരീരഭാഷാ പ്രകടനം അല്ലെങ്കിൽ ചില ആംഗ്യങ്ങളൊക്കെ തന്നെ ഓരോ സമൂഹത്തിന്റെയും സാംസ്കാരികമായ ഉയർച്ച താഴ്ചകൾ കൂടി കാണിക്കുന്നതാണ് എന്നത് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോ അങ്ങനെ ആംഗ്യം കാണിക്കുന്നത് അയാളുടെ വ്യക്തിത്വത്തിനെ വല്ലാതെ ബാധിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതൊക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരികമായിട്ടൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ലുഖ്മാൻ അലൈഹി ഇസ്ലാം പറയുന്ന സംഗതി അള്ളാഹു ഉദ്ധരിച്ച് നമ്മളെ കേൾപ്പിക്കുന്നതിന്റെ താല്പര്യം, അതിന്റെ ആത്മാവ് എന്താണ് എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ഇവിടെ കഴുത്തിന് രോഗം ബാധിച്ച ഒട്ടകത്തെ പോലെ ഒരു ഭാഗത്തേക്ക് മുഖം തിരിച്ച് മുഖം കോട്ടി അല്ലെങ്കിൽ തല തിരിച്ച് പിടിക്കുക എന്ന ഒരു ശരീരഭാഷാ പ്രകടനം ഈ ഖുർആന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഭിസംബോധന ചെയ്യപ്പെടുന്ന ആ അറബ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് വലിയ അനാദരവ് കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ രീതിയിൽ അല്ലെങ്കിൽ സമാനമായ രീതികളിൽ എന്താണോ ജനങ്ങളോട് അനാദരവ് കാണിക്കാൻ നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ കൾച്ചറിൽ പിന്തുടരപ്പെടുന്ന ശരീര ആംഗ്യപ്രകടനം എന്താണോ അതാണ് ചെയ്യാതിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ തല തിരിക്കുന്നത്, മുഖം തിരിക്കുന്നത് ഒക്കെ ഒരാളെ അനാദരവോടുകൂടി അയാളെ കാണുന്നതിന് നമ്മളുടെ സംസ്കാരത്തിലും ഉണ്ടെങ്കിൽ നമ്മളും അത് ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത വിധത്തില് സ്വാഭാവികമായി മുഖവും തലയും ഒക്കെ തിരിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളിൽ നിന്ന് നീ നിന്റെ കവിള് അല്ലെങ്കിൽ മുഖം തിരിച്ചു കളയരുത്. ജനങ്ങളെ അവമതിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നതിനൊക്കെ തുല്യമാണ്. ചിലപ്പോഴൊക്കെ ചില നേതാക്കന്മാർ വലിയ കസേരയിൽ കയറി ഇരിക്കുന്ന ആളുകളാകുമ്പോ വന്ന വഴിയൊക്കെ മറന്നുപോകും. എന്നിട്ട് വല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാല് വളരെ പരുഷമായിട്ട് കടക്ക് പുറത്തുനിന്നോ അതുപോലെയൊക്കെ പറയുന്നത് കാണും. യഥാർത്ഥത്തില് ഇങ്ങനെ പുറത്ത് തന്നെ ആയിരുന്ന ആളുകളാണ് ഇപ്പൊ കസേരയിൽ കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവര് ഓർക്കുന്നില്ല. തുല്യരായ ആളുകളുടെ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ച് നമ്മൾ അവിടെ കസേരയിൽ കയറ്റി ഇരുത്തിയതാണ് ചില കാര്യങ്ങളൊക്കെ നോക്കാനും മേൽനോട്ടം വഹിക്കാനൊക്കെ ആയിട്ട്. കസേരയിൽ ഇരിക്കുന്നതോടുകൂടി അവന്റെ തോന്നല് അവന്റെ കാൽക്കൽ വന്ന് വീഴേണ്ട ആളുകളാണ് ഈ പുറത്തുള്ളവര് എന്ന നിലക്കാണ് പെരുമാറ്റം. അത് ജനങ്ങളെ നിന്ദിക്കലും അപമാനിക്കലും അവമതിക്കലും ഒക്കെയാണ്. ഇതേപോലെ തന്നെ ഈ വന്ന് കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തും ചില വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവര് താർക്കികന്മാരായിക്കൊണ്ട് കസേരയിൽ ഇരിക്കുന്ന ആളെ ശല്യപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെ ശല്യം ചെയ്യുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക, തർക്കത്തിൽ ഏർപ്പെടുക, കാര്യങ്ങളുടെ ചൈതന്യവും ആത്മാവും ഉൾക്കൊള്ളാതെ അയാള് സംസാരത്തിൽ എങ്ങനെങ്കിലുമൊക്കെ വളഞ്ഞിട്ട് പിടികൂടിയിട്ട് ട്രാപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആണ് ജേർണലിസം എന്ന് പത്രപ്രവർത്തനം എന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരം ആളുകളും ഉണ്ടാവും. അപ്പൊ രണ്ടായാലും ഇത് രണ്ടു വശവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളെ നിസ്സാരന്മാരാക്കി അവരെ അവഗണിച്ച് അവരോട് ഒരുതരം അവര് നിന്ദ്യരാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുക എന്നത്, അങ്ങനെ ജനങ്ങളെ അവരോട് അനാദരവ് കാണിക്കുന്ന ഒരു പെരുമാറ്റം ഉണ്ടാവുക എന്നത് ഒരു കാരണവശാലും സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, പിന്തുടരാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അപ്പൊ ഇതാണ് ലുഖ്മാൻ അലൈഹി ഇസ്ലാം സ്വഭാവപരമായ മര്യാദകൾ പരിശീലിക്കേണ്ടതിന് വേണ്ടി മകനോട് പറയുന്ന കാര്യങ്ങളിലൊന്ന്. ജനങ്ങളുടെ നേരെ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് നീ മുഖം തിരിച്ചു കളയരുത്, ജനങ്ങളോട് അനാദരവും ബഹുമാനമില്ലായ്കയും കാണിച്ചുകൊണ്ട് പെരുമാറരുത് എന്നതാണ് ചുരുക്കം.
രണ്ടാമത്തെ ഒന്ന് വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിൽ നീ അഹന്തയോടുകൂടി നടക്കരുത്. വേറെ ഇടത്ത് നമുക്ക് ഇബാദുർ റഹ്മാനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത് കാണാം. യംശൂന അലൽ അർദി ഹൗന എന്നാണ് അവരെ പറ്റി പറയുന്നത്. ഭൂമിയിൽ വിനയമുള്ളവരായിക്കൊണ്ട് നടക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ. അള്ളാഹുവിന്റെ അടിയാറുകൾ, അള്ളാഹുവിന് വിധേയപ്പെട്ട ആളുകൾ ഭൂമുഖത്ത് അഹന്തയോടുകൂടി ഭൂമിയെ അങ്ങ് പിളർത്തിക്കളയുമെന്നോ ആകാശത്തിലേക്ക് അങ്ങ് ചെന്ന് മുട്ടിക്കളയുമെന്നോ എന്നൊന്നും ഉള്ള തോന്നൽ കാണിക്കാത്ത വിധത്തില് വിനയവും എളിമയും ഉള്ള വിധത്തിലായിരിക്കും വിശ്വാസികൾ നടക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിയാറുകൾ, അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസന്മാർ, അവരുടെ പ്രത്യേകതകളെ എണ്ണിപ്പറയുന്നിടത്താണ് അള്ളാഹു അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന എന്നത് പറയുന്ന കാരണം. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത്, ലുഖ്മാൻ അലൈഹിസ്ലാം മകനോട് പറയുന്നത്, അള്ളാഹുവിടെ ഉദ്ധരിക്കുകയാണ്, വലാ തംശി ഫിൽ അർദി മറഹ, നീ ഭൂമിയിൽ അഹന്തയോടുകൂടി നടക്കരുത്. തംശി എന്ന് പറഞ്ഞാൽ മഷി നടത്താണ്. വലാ തംശി, നീ നടക്കരുത്, ഫിൽ അർദി ഭൂമിയിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ നീ നിഗളിപ്പോടുകൂടി അഹന്തയോടുകൂടി നടക്കരുത്. മറഹ് എന്ന് പറഞ്ഞാല് അഹങ്കാരം, നിഗളിപ്പ് എന്നൊക്കെയാണ് അതിന്റെ സൂചന. അപ്പോ ഞാന് ആണ് വലിയവൻ, നിങ്ങളൊക്കെ നിസ്സാരന്മാരാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ശരീരഭാഷ കാണിച്ചുകൊണ്ടുള്ള ഒരു നടത്തമാണത് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് അതിനുള്ള കാരണം കൂടി ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ കേൾപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, നിശ്ചയമായിട്ടും അള്ളാഹു മുഖ്താലും ഫഖൂറുമായ ആളുകളെ ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറയുന്നത്. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നില്ല, കുല്ല മുഖ്താലിൻ ഫഖൂർ, ഫഖൂറും മുഖ്താലുമായ ആളുകളെ. മുഖ്താൽ എന്ന് പറഞ്ഞാൽ തന്നെ പറ്റി തന്നെ വലിയ ഒരു സെൽഫ് എസ്റ്റിമേഷൻ വളരെ ഹൈ ആക്കിയിട്ട് താനാണ് വലിയവൻ എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ തോന്നൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതത്തിനാണ് മുഖ്താൽ എന്ന് പറയുന്നത്. ഫഖൂർ എന്ന് പറയുന്നത് ബോസ്റ്റ്ഫുൾനെസ് എന്ന് പറയും, പൊങ്ങച്ചം പറയുന്ന. ആദ്യത്തത് അങ്ങനെയുള്ള വിചാരവും പെരുമാറ്റവുമാണ്. രണ്ടാമത്തത് അത് പറയുകയും കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ തന്റെ വലിപ്പത്തരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംസാരത്തില് ഇടക്കിടക്ക് അങ്ങനെ അത് കേൾപ്പിച്ചും കാണിച്ചും കൊണ്ടിരിക്കുന്നതിനാണ് ഇവിടെ വിലക്ക്, അല്ലെങ്കിൽ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, എളിമയും വിനയവും കാണിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഭൂമുഖത്ത് അവരുടെ നടത്തം നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും ആ നടന്നു പോകുന്നത് വിശ്വാസികളാണോ അതല്ല അവിശ്വാസികളാണോ എന്ന്. വിശ്വാസികളുടെ പ്രകടമായ ലക്ഷണം അവര് വിനയവും എളിമയും കാണിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും എന്നതാണ്. അവരൊരിക്കലും തന്നെ മുഖ്താലും ഫഖൂറുമായിട്ട് ബിഹേവ് ചെയ്യില്ല. മുഖ്താല് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ച് അഹന്തയുള്ള പെരുമാറ്റവും അതുപോലെ ആ നിലക്കുള്ള ആ കാര്യം ആ നിലക്ക് ആ ബോധ്യത്തോടു കൂടിയുള്ള ഒരു നടത്താണ് മുഖ്താല്. ഫഖൂർ എന്ന് പറഞ്ഞാൽ, ഫഖർ എന്ന് പറഞ്ഞാല് സ്വയം അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്വയം അഭിനന്ദിച്ചുകൊണ്ട് പൊങ്ങച്ചം സംസാരത്തിൽ പ്രകടമാക്കിക്കൊണ്ടുള്ള അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആൾ, അതാണ് ഫഖൂർ. അപ്പൊ ഒന്ന് അഹങ്കാരവും അതുപോലെ താൻ പോരിമയും താനാണ് വലിയവൻ എന്നൊരു തോന്നല് ഉൾക്കൊണ്ടുകൊണ്ടുള്ള
ഒരു സംഗതിയാണ്, ഒരു നിലപാടും പെരുമാറ്റവും ഒക്കെയാണ്. രണ്ടാമത്തത് ആ നിലപാട് സംസാരത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അങ്ങനെ പൊങ്ങച്ചം കാണിച്ചുകൊണ്ടും അതുപോലെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടും ഒക്കെ നിലകൊള്ളുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നേ ഇല്ല. അതുകൊണ്ട് ഈ ജനങ്ങളെ നിസ്സാരന്മാരാക്കി അവരെ അനാദരവ് കാണിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് മുഖം തിരിച്ചു കളയുന്ന ഒരു സംഗതി ചെയ്യാൻ പാടില്ല. അതുപോലെ അഹങ്കാരം കാണിക്കുന്ന വിധത്തിൽ ഭൂമിയിലൂടെ നിഗളിപ്പോടുകൂടി നടക്കുകയും ചെയ്യരുത്. അപ്പൊ ഇതൊക്കെ ഓരോ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇതില് വ്യത്യസ്ത സംസ്കാരങ്ങളില് ഈ എളിമ കാണിക്കുന്നതിനും വിനയം കാണിക്കുന്നതിനും വ്യത്യസ്തമായ രൂപങ്ങളൊക്കെയാണ് ഉണ്ടാവുക, വ്യത്യസ്ത രീതികൾ ഉണ്ടാവും. അഹങ്കാരം കാണിക്കുന്നതിന് അതിനും കോമൺ ആയ ഒരുപാട് സംഗതികൾ ഉണ്ടാകും. എന്നാൽ പോലും ഓരോ സംസ്കാരത്തിലും വ്യത്യസ്തമായ രൂപങ്ങളും രീതികളും ഒക്കെ അതിനുണ്ടായി എന്ന് വരും. ഇപ്പൊ നമ്മുടെ ഒരു സംസ്കാരത്തില് ഇപ്പം നമ്മൾ റോട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ആദരിക്കുന്ന വിധത്തിൽ ആരെങ്കിലുമൊക്കെ അതിൽ കടന്നു വരികയാണ്, അധ്യാപകരോ അതുപോലെ അമ്മാവന്മാരോ മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഉടുതുണി ഒന്ന് മടക്കി കുത്തിയത് അഴിച്ചിടുക എന്നുള്ളത് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു രീതിയായിട്ട് നമ്മുടെ സംസ്കാരത്തിൽ സമീപകാലം വരെ ഉണ്ടായിരുന്നു. തുണി ഉടുക്കുന്ന സംസ്കാരം ഒരുപാട് കുറഞ്ഞതുകൊണ്ടായിരിക്കണം, പക്ഷെ അത് ഇപ്പോ അങ്ങനെ പ്രകടമായിട്ട് കാണാറില്ല, നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ പല സാംസ്കാരിക ലക്ഷണങ്ങളും ഉണ്ട്. നമ്മൾ ആളുകളെ ആദരിക്കുന്നതിന്റെ ലക്ഷണമുണ്ട്, അനാദരിക്കുന്ന ലക്ഷണമുണ്ട്. ഒരാളോട് വലിയ ബഹുമാനവും ആദരവും അയാളോടുള്ള മതിപ്പും കാണിക്കാൻ യൂറോപ്യരുടെ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരുടെ സംസ്കാരത്തില് തലയിൽ വെച്ചിരിക്കുന്ന ഹാറ്റ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ വേവ് ചെയ്യുന്ന ഒരു രീതി, ഹാറ്റ്സ് ഓഫ് എന്ന് പറയുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ രീതികൾ അതിനുണ്ട്. ഓരോ കൾച്ചറിലും അത് ഓരോ രീതിയിലാണ്. അപ്പോ ഇത് പറഞ്ഞതിന്റെ ചുരുക്കം, ആളുകളെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ നിസ്സാരന്മാരായി കണ്ട് നമ്മളാണ് വലുത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അഹന്ത പ്രകടിപ്പിക്കുന്ന ഒരു പെരുമാറ്റം അത് ശരീരഭാഷയിലും സംസാരത്തിലും ഒന്നും ഉണ്ടാവരുത്. അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവിടെ ലുഖ്മാൻ അലൈഹിസ്ലാം മകനോട് പറയുന്നത്. വഖ്സിദ് ഫീ മശീക, തുടർന്ന് നൽകുന്ന ഉപദേശം ഇതാണ്. വഖ്സിദ്, നീ മിതത്വം പാലിക്കുക. ഫീ മശീക, നിന്റെ നടത്തത്തില്. നടത്തത്തിന്റെ വേഗതയെ കുറിച്ചാണ് ഇത് എന്ന് ചിലര് പറയാറുണ്ട്, ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിവേഗത്തിൽ നടക്കുന്നവനാകരുത്, വളരെ മെല്ലെ നടക്കുന്നവനും ആവരുത്, മിതത്വത്തോടു കൂടി നടക്കുന്നവനാവണം എന്ന്. ഇത് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അതാണ് ഈ ആയത്തിന്റെ സൂചന എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യന് ചിലപ്പോൾ വേഗത്തിൽ നടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും, ചിലപ്പോൾ പതുക്കെ നടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും. അപ്പോ ഇതിന് ഇസ്ലാമിൽ എന്തെങ്കിലും വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വിലക്കുമില്ല. വേഗത്തിൽ നടക്കേണ്ട ആവശ്യമുള്ളപ്പോൾ വേഗത്തിൽ നടക്കണം, പതുക്കെ നടക്കേണ്ട ആവശ്യം ഉണ്ടാവുമ്പോൾ അങ്ങനെയും നടക്കണം. മിതത്വത്തില് മിതമായ വേഗതയിൽ നടക്കുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിന് ഇസ്ലാമിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ നടത്തത്തില് ആ നടത്തം അയാളുടെ ഈ പെരുമാറ്റത്തിലെ അഹങ്കാരവും ധിക്കാരവും ആളുകളെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്ന പോലെയുള്ള ഒരു പെരുമാറ്റമൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ അതാണ് ഇവിടെ ഈ നടത്തത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട്. പെരുമാറ്റത്തിലും മര്യാദ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു നടത്തത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വേഗതയാണ് എന്നത് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല. പലരും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യത ഇല്ലാത്തൊരു വിശദീകരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഖ്സിദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. നടക്കുമ്പോൾ പെരുമാറ്റ മര്യാദകളിൽ, അതുപോലെ ശരീരഭാഷയില്, സംസാരത്തില്, നടത്തത്തിന്റെ ശൈലിയിലും രീതിയിലും ഒക്കെ തന്നെ ഒരാളുടെ വ്യക്തിത്വത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു രീതി ഉണ്ടാവണം എന്നതാണ്. വഗ്ളുദ് മിൻ സൗതിക, നിന്റെ ശബ്ദത്തെ നീ നിയന്ത്രിക്കുകയും വേണം. വഗ്ളുദ് മിൻ സൗതിക,
വഗ്ലുൽ എന്ന് പറഞ്ഞാല് കുറയ്ക്കുക, നിയന്ത്രിക്കുക എന്നാണ്. നിന്റെ ശബ്ദത്തെ നീ നിയന്ത്രിക്കുക. അപ്പോ ശബ്ദം മോഡുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ. സാധാരണഗതിയിൽ ആളുകൾക്ക് ഒരു ഒരു മോഡറേറ്റ് ആയ ആളുകൾക്ക് ഒരു അപ്രീതി ഉണ്ടാക്കുന്ന വിധത്തില് ഒച്ചയിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു സംഗതി ചെയ്യരുത് എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. വഗ്ലുൽ മിൻ സൗതിക്, ശബ്ദം നിയന്ത്രിച്ചുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച്, ഇത് നേരത്തെ നടത്തത്തിന്റെ വേഗതയെ കുറിച്ച് പറഞ്ഞ പോലെയാണ്. വളരെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ വളരെ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കാതിരിക്കുകയോ ചെയ്ത് എപ്പോഴും മിതത്വത്തിന്റെ ഒരു ശബ്ദാവണം എന്നല്ല പറയുന്നത്. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ശബ്ദം ഉയർത്തേണ്ടി വരും. അത് ഓരോ റിക്വയർമെന്റ് അനുസരിച്ചാണ്. കേൾപ്പിക്കാനാണല്ലോ ശബ്ദം ഉയർത്തുന്നത്. അപ്പൊ കേൾപ്പിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടി വരും. അത്രത്തോളം ശബ്ദം ആവശ്യമില്ലാത്തടത്ത് അത് കുറച്ച് മാത്രം ഉപയോഗിച്ചാലും മതിയാവും. പക്ഷെ ഇവിടെ അള്ളാഹു നിർദ്ദേശിക്കുന്നത് അനവസരത്തിൽ അനാവശ്യമായി ശബ്ദം, ആളെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, ആളെ വിരട്ടാനും പേടിപ്പിക്കാനും ഒക്കെയാണ് ശബ്ദം ഉയർത്തുന്നതെങ്കിലും കേൾക്കാൻ അത്രയൊന്നും ശബ്ദം ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അത് എന്തായാലും ആളുകളെ ടെററൈസ് ചെയ്യാൻ വേണ്ടി, ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടി, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയൊക്കെ, അതല്ലെങ്കിൽ ആളുകളിൽ വലിയ വെറുപ്പുളവാക്കുന്ന വിധത്തില് ഒക്കെ ശബ്ദം ഉയർത്തുന്ന ഒരു രീതി പിന്തുടരുത് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ വഖ്സിദ് ഫീ മശീക വഗ്ലുൽ മിൻ സൗതിക്, ശബ്ദത്തെ നിയന്ത്രിക്കുക. അത് ആവശ്യത്തിന് ഉള്ള വോള്യം മതി. ഒരുപാട് ഒച്ചയിട്ട് സംസാരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ട മര്യാദകളിൽ പെട്ടതാണ് ഇതൊക്കെ. ലുഖ്മാൻ അലൈഹിസ്സലാം സ്വന്തം മകന് ചെറുപ്രായത്തിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അള്ളാഹു ഈ കാര്യങ്ങൾ അംഗീകരിച്ചത് കൊണ്ടും അത് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട മൂല്യങ്ങളാണ് എന്ന നിലക്ക് എൻഡോസ് ചെയ്തുകൊണ്ടുമാണ് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന്റെ ഈ ഉപദേശങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഉദ്ധരിക്കേണ്ട കാര്യമില്ല. അപ്പോ മക്കളോട് സംസാരിക്കുമ്പോൾ ശബ്ദം കുറച്ച് സംസാരിക്കാന്, ചിലര് സംസാരിക്കുമ്പോൾ വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് അതിന് പറ്റാത്ത സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ ചെയ്തു കളയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരുന്ന ആള് മസ്ജിദിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആ പള്ളി കുലുങ്ങുന്ന വിധത്തിൽ സലാം പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നിസ്കാരത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇബാദത്തുകളിൽ കഴിയുന്ന ആളുകളെ അവരുടെ ശ്രദ്ധ മുഴുവനായിട്ടും ഇങ്ങോട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന വിധത്തിലുള്ള സലാം പറച്ചിൽ, അത് അഭികാമ്യമായ ഒരു കാര്യമല്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആരൊക്കെയാണോ അവരോടങ്ങ് സലാം പറയാന്നല്ലാതെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും കേൾക്കണം എന്നുള്ള നിലക്ക് ഉച്ചത്തിൽ സലാം പറഞ്ഞുകൊണ്ട് കയറാൻ പാടില്ല. അതുപോലെ തന്നെ സംസാരവും പതിഞ്ഞ സ്വരത്തിലെ പള്ളിയിൽ നിന്നൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ. ആളുകൾ ഓരോ ഭാഗത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ ആവശ്യമുള്ള ശബ്ദത്തിൽ മാത്രം കുറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് സംസാരം മതിയാക്കുകയാണ് വേണ്ടത്. സംസാരത്തിന് അള്ളാഹ് വലിയ നിയന്ത്രണവും അതുപോലെ തന്നെ ചില മര്യാദകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഏറെ പാലിക്കപ്പെടേണ്ട ഒരിടം മസ്ജിദാണ്. അതുപോലെ ജനങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ചില മര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് സംബന്ധമായി. അപ്പോ ഞാനല്ല, എന്റെ വായല്ല, എന്റെ നാക്കല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് തോന്നിയ വിധത്തില് അങ്ങ് അലറാനും ഒച്ചയിടാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത്. സംഗതി എന്റെ നാവാണ്, എന്റെ വായയാണ്, ഓക്കെയാണ്. പിന്നെ വായ നാവ് എന്നൊന്നും അല്ല പറയേണ്ടത്, ശരിക്കും തൊള്ള എന്നൊക്കെയാണ് പറയേണ്ടത്. കാരണം അതാണ് അതിന്റെ ശരിക്കുള്ള ആശയം പകരുന്നത്. അപ്പം ആ നിലക്ക് സംസാരത്തിൽ നിയന്ത്രണം ഇല്ലാതെ, ഒരു അദബില്ലാതെ
സംസാരിക്കുന്ന, അങ്ങനെ ഒച്ചയിട്ട് കയർത്ത് ഒക്കെ സംസാരിക്കുന്ന രീതികൾ പലപ്പോഴും ആളുകൾ പിന്തുടരാറുണ്ട്. നമ്മളും ഉണ്ടാവും കുറച്ചൊക്കെ ഗാർഹിക അന്തരീക്ഷത്തിൽ നമ്മളൊക്കെയും തന്നെ അങ്ങനെയൊക്കെ ഒരു നിയന്ത്രണം മാറ്റി വെക്കുന്നുണ്ടാകും. അത് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മവിചാരണ ചെയ്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കാരണം അത് ആളുകളിൽ അതൃപ്തി ഉണ്ടാക്കും, വെറുപ്പുണ്ടാക്കും. നമ്മൾ സൗമ്യമായി ശബ്ദം കുറച്ച് പതിഞ്ഞ സ്വരത്തിൽ ആവശ്യത്തിന് ഉള്ള ശബ്ദം ഉയർത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ അത് ആളുകളിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക. നമ്മൾ കരുതുന്നുണ്ടാവും ശബ്ദം കൊണ്ട് നമുക്ക് അങ്ങനെ ആളുകളെ ഡോമിനേറ്റ് ചെയ്ത് നിർത്തുകയും അനുസരിപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്നൊക്കെ. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് പുറത്തിറങ്ങി നിഗളിപ്പോടുകൂടി നടക്കുന്ന പോലെയുള്ള ഒരു മനോഘടനയിൽ നിന്നാണ് അത് വരുന്നത്. ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഗതിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ വഗ്ലുൽ മിൻ സൗതിക്, നിന്റെ ശബ്ദത്തെ നീ നിയന്ത്രിക്കണം. ഇന്ന അൻഖറൽ അസ്വാത്തിലെ സൗത്തുൽ ഹമീർ. തുടർന്ന് പറയുന്നത് ഏറ്റവും അരോചകമായ ശബ്ദം, ശബ്ദങ്ങളിൽ ഏറ്റവും അരോചകമായത് കഴുതയുടെ ശബ്ദമാണ് എന്നാണ്. ഇന്ന അൻഖറൽ അസ്വാത്തിലെ സൗത്തുൽ ഹമീർ. ഇവിടെ മനുഷ്യന്റെ ശബ്ദം ഏറ്റവും അരോചകമായി മാറുമ്പോൾ അത് ഒരു കഴുത അമർന്നത് പോലെയുള്ള ഒരു ശബ്ദമായിട്ടാണ് ആളുകൾക്ക് അനുഭവപ്പെടുക. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. കഴുതയുടെ ശബ്ദം ഇവിടെ അള്ളാഹു പരാമർശിക്കുന്ന അതാണ് ഏറ്റവും അരോചകമായ ശബ്ദം എന്നാണല്ലോ. അങ്കർ എന്ന് പറഞ്ഞാല് അപരിചിതത്വമുള്ളത്, വെറുക്കപ്പെടുന്നത് എന്നൊക്കെയാണ്. അപ്പൊ വെറുപ്പുളവാക്കുന്ന അരോചകമായ ഏറ്റവും ഒരു ഹാർഷായ ശബ്ദം അത് കഴുതയുടേതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കഴുതയുടെ ശബ്ദത്തെ കുറിച്ചുള്ള ഈ പരാമർശം ഖുർആനിൽ കണ്ട നാൾ തന്നെ ഞാനിങ്ങനെ കഴുതയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്നു. അന്ന് യൂട്യൂബും റെക്കോർഡഡ് വോയിസസ് ഒന്നും എവിടെയും ലഭ്യമല്ലാത്തത് കൊണ്ട് പറ്റിയിരുന്നില്ല. ഒരിക്കൽ അറേബ്യയില് ഒരു യാത്രക്കിടയിൽ അത് കേൾക്കാനിടയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴുതയുടെ ശബ്ദം എത്ര അരോചകമാണ് എന്നുള്ളത്. മിക്കവാറും എല്ലാ ശബ്ദങ്ങൾക്കും ഒരു താളാത്മകതയും സംഗീതാത്മകതയും ഒക്കെ ഉണ്ടാവും. മഴത്തുള്ളിക്ക് പോലും അതുണ്ട്. ഫാന് കറങ്ങുന്നതിന് അതിന്റെ ഒരു റിതം ഉണ്ട്. ഒരാളിങ്ങനെ നടന്നു വരുന്നതിന് കാൽപാദങ്ങൾ നിലത്ത് പതിയുന്നതിന് ഒരു റിതം നമുക്ക് അനുഭവപ്പെടാൻ കഴിയും. അതുപോലെ കാറ്റടിക്കുമ്പോ ഇലകളുടെ ചലനം ഉണ്ടാകുമ്പോ കിളികളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദം, അതുപോലെ ഒരുപക്ഷെ തവളയുടെ ശബ്ദം കുറച്ച് അരോചകമായിട്ട് തോന്നും. തുടരെ കേൾക്കേണ്ടി വരുമ്പോ അത് വളരെ അരോചകമായിട്ടൊക്കെ തോന്നിയെന്ന് വരും. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും അരോചകമായിട്ട് തന്നെയാണ് കഴുതയുടെ ശബ്ദം കേൾക്കാനിടയായപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കാക്കഫണി എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. അതായത് യാതൊരു സംഗീതാത്മകതയും ഇല്ലാത്ത വിധത്തില് കാതുകൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശബ്ദ ചേരുവ എങ്ങനെയാണോ അത് അങ്ങനെ ഒരു അനുഭവമാണ് കഴുതയുടെ ശബ്ദം. ഖുർആൻ പറയുന്നത് അതാണ് ഏറ്റവും അങ്കറായ ശബ്ദം എന്നാണ്. ശബ്ദങ്ങളിൽ ഏറ്റവും അരോചകമായത് കഴുതയുടെ ശബ്ദമാണ് എന്നാണ്. ഇതുവരെ എൻ്റെ അറിവിൽ പെട്ടെടുത്തോളം എനിക്ക് കേൾക്കാനും അറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അരോചകമായത് കഴുതയുടേത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, ശബ്ദം ആളുകളെ ദ്രോഹിക്കാൻ പല നിലക്കും ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ നമ്മുടെ ആഘോഷവേളകളില് പടക്കം പൊട്ടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അവരുടെ വീട്ടുവളപ്പിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തോ ഗ്രൗണ്ടിലോ ഒക്കെ പോയി പൊട്ടിക്കുന്നതോ ഒക്കെ. പക്ഷെ തെരുവില് ആളുകള് വാഹനങ്ങളൊക്കെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങാടി മധ്യത്തിൽ വെച്ച് തന്നെ ഇത്തരം വലിയ പടക്കങ്ങൾ പൊട്ടിച്ച ആളുകളെ ഞെട്ടിക്കുക എന്നുള്ളത്, അത് പൊട്ടിക്കുന്നവർക്ക് വലിയ ഫണ്ണായിട്ടൊക്കെ തോന്നും. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് പ്രതീക്ഷിക്കാതെ അതിലൂടെ ബൈക്കിനോ മറ്റോ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ
ചിലപ്പോ അത് ജീവൻ തന്നെ കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമായി മാറും. കാരണം ആ ഞെട്ടലില് വണ്ടി വെട്ടിപ്പോകാനും വേറെ വണ്ടികളിൽ പോയി ഇടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊന്നും തള്ളിക്കളഞ്ഞൂടാ. പ്രായമുള്ള ആളുകളൊക്കെ ഈ പലപ്പോഴും ഈ പടക്കത്തിന്റെ അതിഭയങ്കരമായ ശബ്ദത്തിന്റെ ഞെട്ടലില് ചിലപ്പോ വീണു പോകാനോ അല്ലെങ്കിൽ അവരുടെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പിഞ്ചു പൈതങ്ങള്, അവരുടെ ഏർലി ഇൻഫൻസിയിലുള്ള കുട്ടികൾ, ജനിച്ച് വിത്തിൻ ഡേയ്സ് ഒക്കെ ഉള്ള കുട്ടികളിൽ ഈ അങ്ങനെയുള്ള പടക്കം പോലെയുള്ള ഒരു അതിഭയങ്കരമായ ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അവരുടെ വളർച്ചയെ തന്നെ വളരെ ദ്രോഹകരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ ചിലയിടത്തൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കേൾവിയും അതുപോലെ അവരുടെ സെൻസസിന്റെ വളർച്ചയെ ഈ പടക്കത്തിന്റെ ശബ്ദം കാരണമായിട്ട് അത് ബാധിച്ചതും അത് ഇംബാലൻസ്ഡ് ആയി മാറിയതും ഒക്കെ. അപ്പൊ ഇതൊക്കെ വല്ലാത്ത നിരുത്തരവാദപരമായിട്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും ഞാൻ അങ്ങാടി മധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരാള് പടക്കം പൊട്ടിച്ച് അതിന്റെ ഒരു ഇര ആയിട്ട് ഞാനും ആ പരിസരത്തുണ്ടായിരുന്നു. അപ്പോ ഞാൻ അയാളോട് പേഴ്സണലായിട്ട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വല്ല ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുവളപ്പിലൊക്കെ പോയിട്ട് ചെയ്യും. ഇത് ആളുകൾ വാഹനമൊക്കെ ആയിട്ട് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സ്പോട്ടില് ഇങ്ങനെ ചെയ്യണ വലിയ ദ്രോഹമാണ്, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അയാൾ അത് അതിന്റെ നെഗറ്റീവ് സെൻസിലാണ് മനസ്സിലാക്കിയത്. എന്നിട്ട് പിന്നെ എന്റെ വീട്ടിന്റെ മുന്നിൽ അന്ന് രാത്രി വലിയ മാലപ്പടക്കം തന്നെ കൊണ്ടുവന്ന് പൊട്ടിച്ചൊരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഏതെങ്കിലും ആഘോഷങ്ങളോട് അനുകൂലമായതുകൊണ്ടോ പ്രതികൂലമായതുകൊണ്ടോ ഒന്നുമല്ല. മനുഷ്യരാണല്ലോ നമ്മളൊക്കെ. പരസ്പരം ബഹുമാനിച്ചും ആദരിച്ചും പരിഗണന നൽകിയൊക്കെ മാത്രമേ നമുക്ക് ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയുള്ളൂ. ഏത് വിശ്വാസധാരയില് ഉള്ള ആളുകളാണെങ്കിലും വലിയ ഒരളവോളം പരസ്പരം നമുക്ക് സഹകരിച്ചും സഹായിച്ചും ഒക്കെ തന്നെ ഭൂമുഖത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഏത് വിശ്വാസത്തിന്റെ ആളായാലും ജനങ്ങൾക്ക് ദ്രോഹകരമായി മാറുന്ന വിധത്തില് ഉള്ള കാര്യങ്ങള് ഒരു കാരണവശാലും പിന്തുടരരുത് എന്നതാണ് എന്റെ സൂചന. ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തില് ഒന്നിവിടെ ശ്രദ്ധേയമായിട്ട് അവസാനമായി പറയുന്നത് വഗ്ളുൽ മിൻ സൗതിക, നിന്റെ ശബ്ദത്തെ നീ പതിഞ്ഞതാക്കുക, കുറഞ്ഞതാക്കുക, നിയന്ത്രിച്ചതാക്കുക. അത് അലറി വിളിക്കുന്ന അല്ലെങ്കിൽ ഒച്ചയിട്ട് കയർത്ത് പറയുന്ന ഒരു രീതിയിലൊന്നും ആവാതിരിക്കുക. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ആളുകൾ അങ്ങ് വിഴുങ്ങിക്കളയാനൊന്നും കഴിയില്ല. ശബ്ദം കൊണ്ട് ആളുകളെ ഡോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതൊക്കെ ക്ലാസ് മുറികളിലൊക്കെ ചിലപ്പോൾ ചില അധ്യാപകർക്ക് വിജയം ഉണ്ടാക്കാനൊക്കെ പറ്റിയെന്ന് വരും. പക്ഷെ പുറത്തിറങ്ങിയാല് അല്ലെങ്കിൽ അത് സഹിക്കുന്നതിന്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ അവരും പ്രതികരിക്കും. വിദ്യാർത്ഥികളും തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഏതായാലും അവര് തെറി വിളിക്കും. അയാളുടെ ഒരു ശബ്ദം എന്ന് പറഞ്ഞിട്ട് അയാളെ ഒച്ചയിട്ട് പേടിപ്പിക്കുകയാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുട്ടികൾ എന്തായാലും പ്രതികരിക്കാതിരിക്കില്ല. അപ്പൊ അതിലൊരു മിതത്വം ശബ്ദം ഉപയോഗപ്പെടുത്തുന്നതിൽ ക്ലാസ് മുറികളിലായാലും മസ്ജിദുകളിലായാലും അങ്ങാടികളിലായാലും വീടുകളിലായാലും അതിലൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ട വിധത്തില് മാത്രം ശബ്ദം നമ്മളെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ നൽകിയിട്ടുള്ള നിർദ്ദേശത്തില് നമ്മൾ ഉൾക്കൊള്ളാനുള്ള കാര്യം. ഇനി ഒരു നിയന്ത്രണവും ഇല്ലാതെ ശബ്ദം ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതിനൊരു ഉദാഹരണമാണ് കഴുതയുടെ ശബ്ദം. അള്ളാഹ് അങ്ങനെ നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ ആയിരിക്കണം അങ്ങനെ ഒരു ശബ്ദം കഴുതക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഇതിനൊക്കെ ഓരോ പേർപ്പസ് ഉണ്ടാവുമല്ലോ. ജീവജാലങ്ങളുടെ ഇപ്പൊ നമ്മൾ പലപ്പോഴും പക്ഷികളുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് പാട്ടില് പല സ്വരങ്ങളും ഉണ്ടാക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ആയിരിക്കണം മൃഗങ്ങളുടെ പല ശബ്ദങ്ങള്. അപ്പോ ഇതൊക്കെ മനുഷ്യന്റെ കൂടി ആവശ്യത്തിന് വേണ്ടി മനുഷ്യന് പാഠം ഉൾക്കൊള്ളാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കണം അള്ളാഹു ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ ലുഖ്മാൻ എന്ന് ആവുന്നതിന് കാരണമായ ചില പരാമർശങ്ങളാണ് നമ്മൾ പഠിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്.
ലുഖ്മാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മകന് നൽകിയ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയാത്തുകൾ ഈ 19ാമത്തെ ആയത്തോടുകൂടി അവസാനിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.